ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു OTA. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു OTA. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലവന് സെലിബ്രേറ്റ് ചെയ്യാം, അവന് തിരക്കാം. അത് ശരിയാ. ബാക്ക് ടു ബാക്ക് വീഡിയോസ് കൊളാബ്, പൈസ വാരി മറിച്ച് ബൈക്ക് എടുക്കുന്നു, ട്രിപ്പ് പോകുന്നു. നിനക്ക് പറയാൻ വോയിസ് ഇല്ല, നീ മിണ്ടായി. കണ്ട പണ്ട് ചേട്ടന്ന് വിളിച്ചവനൊക്കെ ഇപ്പൊ നിന്റെ നിലവാരം എനിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ നിലവാരം നീ ചേട്ടൻ സെലിബ്രേറ്റ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ സമയം വേണം. സമയം എടുത്തു കാണിച്ചു. അതിപ്പോ ചുമരടിക്കാൻ വരട്ടെ. മനുഷ്യന് ഉപദ്രവിക്കുന്ന പ്രോഡക്റ്റ് ആയിട്ട് വന്നേക്കുവാ. ഒരാൾ പ്രസന്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. നീ ചാടി കയറി ഉണ്ടാക്കല്ലേ, പറഞ്ഞോണ്ട് ഓടിയല്ലേ. എന്താ നീയാണ് ഈ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ബ്ലഡി ഇഡിയറ്റ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു. എടാ, ഇത് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന പോലെ ഇത് ഭയങ്കര ഇതൊന്നല്ല. നമ്മള് വീട്ടിലെ പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു വിടുമ്പോ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ആ കിട്ടുവോ തിരിച്ചു കിട്ടുമോ, എന്റെ പാത്രം ഇന്ന് തിരിച്ചു വരും, കളങ്ങോ. ഇന്ന് പോയ പാത്രം ഇന്ന് തന്നെ നോക്കിയിരിക്കും. ആപ്പിൾ ടാഗ് ഒട്ടിച്ചു കിട്ടാൻ മതി. 10 രൂപയുടെ പാത്രത്തിന് നീ 100 രൂപയുടെ 1000 രൂപ 4000 രൂപയുടെ ആപ്പിൾ ടേക്ക്. അപ്പൊ പാത്രം വലിയത് കൊടുത്തു വിട്ടാ മതി. അപ്പൊ അങ്ങനെ പാത്രം കൊടുത്തു വിടുമ്പോ നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എഴുതി കൊടുക്കാം. പാത്രത്തിന് മനസ്സിലാവുകയാണ്. പാത്രത്തിന് ഒഴുകി എഴുതി കൊടുത്തിട്ട് പാത്രം തന്നെ തിരിച്ച് നടന്നു വരും. ഞാൻ പറയട്ടെ, പണ്ട് നമ്മുടെ സ്കൂളില് പാത്രം കൊണ്ടുപോയി അതിന്റെ മേളിൽ നമ്മുടെ പേര് എഴുതി വെക്കത്തില്ലേ, ആ സാധനം വീട്ടിൽ എനിക്ക് എഴുതാൻ പറ്റും. നീ MTS എന്നങ്ങ് എഴുതിക്കേ. മലയാളം പറഞ്ഞിരിക്കുവായിരുന്നു. കുത്തി വരയ്ക്കാനാണോ? സാർ ഒന്ന് കുത്തി വരച്ചേ, ഒന്ന് എഴുതിക്കേ. ആരെങ്കിലും ഒന്ന് നോക്കണേ, തെളിയുന്നുണ്ടോന്നേ. പാത്രത്തിൽ എഴുതട്ടെ അവൻ. നീ എന്തിനിങ്ങനെ പേടിക്കണ കുട്ട? ഒരു കോഴി ഇങ്ങനെ വരയ്ക്കാനുള്ള ഇത്ര വൃത്തിക്ക് എഴുതാൻ പറ്റത്തില്ല MTS എന്ന്. ചാർജ് ചെയ്യുന്ന ബാറ്ററി മാറ്റിയിട്ടാ മതി. വെറും 300 രൂപയുടെ പ്രോഡക്റ്റാ. ഇതാദ്യ പ്രോഡക്റ്റ്. നീ എന്നതിനാ ദൂരി വന്നേ? പുരിയോ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അല്ലേ ഇന്നലെ എനിക്ക് 5 രാജുബയോ ഒരു 5 ഞാൻ പറയട്ടെ, ചെത്ത വെട്ടിട്ടാ. എന്നിട്ട് മറ്റേ നീ പിടിക്കണ്ട, ബുദ്ധിയില്ലാത്തന്നെ പിടിക്കുന്നത്. നീ പിടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പിടിച്ചോണ്ടി. ഇവൻ കൊണ്ടുവന്ന സാധനമാണ് എക്സ്പ്ലനേഷൻ. അവൻ ശരിക്കും പുള്ളിക്ക് വയ്യ, പ്രായമായിട്ടിരിക്കും. അപ്പൊ ഞാൻ വാങ്ങിക്കണ്ടേ? ഞാനിപ്പോ ട്രാവല് ട്രിപ്പ് പോവാന്ന് വിചാരിക്കും. ട്രിപ്പ് പോവില്ല. ട്രിപ്പ് പോവാ, ഒരു ജീൻസ് വെച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. ഉണ്ടായിരുന്നാ ഇതിനകത്ത് നമ്മളൊരു പായ്ക്ക് എടുക്കാം. ഇതാണ് ഇതിന്റെ ബാഗ്. ചെറുതാ മെല്ലെ പൊടിക്കുക. ഈ കവറിലേക്ക് ഇതിടണം. എത്ര വേണം നോക്കാം. ഇത് ഏറ്റവും വലിയ ബാഗ് ഇതിനകത്ത്. ഇതിന്റെ ഈ സൈസ് ഉള്ളതുണ്ട്, ചെറുതുണ്ട്. അപ്പൊ തുണിയെല്ലാം ചുളിഞ്ഞു പോകും. ഇല്ലില്ല, ചുളങ്ങത്തില്ല. ഇനി തന്നെ ഇത് തന്നെ ഇത് പോകത്തില്ല. ഇല്ല, അവിടെ തുറന്നാലും ഇത് തുറക്കണമെങ്കിൽ അടിപൊളി സാധനം. എന്നെ അടിക്ക്. ഇതിന് 400, ഒരു 2, 4, 5 കവറും ഒരു പമ്പും. പ്രൊഡക്റ്റുമായിട്ട് ആവശ്യം വരുന്നതായിരിക്കും. വളരെ വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ്. സൂപ്പർ. ഇത് ആർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ, നിങ്ങൾ പൈസ കളയാതിരിക്കാൻ വേണ്ടി ഞാൻ മേടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാ. പക്ഷെ എനിക്ക് സമയം വേണം. കാരണം എന്താ, എനിക്ക് കുറച്ച് ചൂടുവെള്ളം തിളച്ച് വരാനുള്ള അവകാശം എനിക്ക് വേണം. എടുത്തു. ആ സാധനം കാണിക്കുന്നേ കപ്പ് കേക്കിന് കൊരങ്ങന്റെ പൂമാല ഉടുക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചു വന്നിരിക്കുന്നു. മെല്ലെ ചായയാണോ? ഇത് പ്ലാസ്റ്റിക് അല്ലാടോ, ഒഴുകി പോകും. ആവശ്യമില്ല ചായ, പുകയൊക്കെ വരും. എന്നിട്ട് ഒരു പ്രത്യേക തരം ബാഗ്സ് ഉണ്ട്. എന്തോ ചേട്ടാ നല്ല മണമല്ലേ? അതിന്റെ അല്ലേ വൃത്തിയുടെ മണം വന്നത്? വൃത്തിയിട്ട് വേണമല്ലേ? മതി മതി. ഉരുകിയല്ലോ. നല്ല സീയാവും, കിട്ടത്തില്ല. ആർക്ക് ഇതെന്നെ അതായത് ഇത് പ്രൊഡക്റ്റ് ഞാനും ഫസ്റ്റ് ടൈം ഉപയോഗിക്കുക. എന്നല്ല പറയാ, നീ ഉപയോഗിക്കുന്നല്ലോ. മണ്ടായി പ്രൊഡക്റ്റ് ഉണ്ട്. എന്നിട്ട്
ഞാൻ മൂക്കിനകത്തോട്ട് കേൾക്കണം. എന്തിന് സത്യം ആണോ അതുകൊണ്ട് കേൾക്കണം. എന്നിട്ട് അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ തന്നെ പോകണം. നിങ്ങളെ കൊണ്ടുപോകും, ഞാൻ പോകും. തലേന്നൊരു കെട്ടു എനിക്ക് ഊരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ചത്ത് മരിക്കുന്നതായിരിക്കും. അത് ഇരുന്നില്ലടാ ഞാൻ വലിക്കുന്നത് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എപ്പോഴാ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനൊരു ഗുണം എനിക്ക് കിട്ടി. ട്രെയിനിലൊക്കെ പോകുമ്പോ കൊണ്ടുപോവാ. ഭയങ്കരമായിട്ട് ലൂസ് മോശം വന്ന കുറച്ച് ഏറെ കലക്കിട്ട് അതിന്റെ ഗുണം ഡ്യുവൽ പർപ്പസാ. ആണോ? എന്നാ മൂക്കി 2 മൂക്കിൽ ഒന്നുകൂടെ വെക്കാവോ? അത് ശരിയാണ്. ഇപ്പം കാണിച്ചില്ലല്ലോ. എന്നെ ഞാൻ മണിക്കൂർ അരയെടുത്ത് ഈ ബെഞ്ചൊന്ന് തുടച്ചത്. ഇവനെന്നെ കാണിക്കുന്നേ. ഇന്നത്തെ എന്റെ പ്രോഡക്റ്റ് പറഞ്ഞ ഹെലികോപ്റ്റർ. കൃത്യം വന്നിരുന്നത്. അങ്ങനെയല്ല ഉത്തമ. പിന്നെ തന്നെ കാണിക്കാം. ഞാൻ എക്സ്പെർട്ട് സ്പെഷ്യലിസ്റ്റ് ആണോ എനിക്ക് ഞാൻ സെറ്റാക്കി നമ്മൾ വെക്കണം. പൈലറ്റ് ചെല്ലുന്നതിന് മുമ്പേ ജീപ്പ് ശരിയാക്കണം. ലാൻഡ് പിടിച്ചേക്കണം മണ്ണ ഞാൻ ചെയ്താ ഈ പൊട്ടനെ കൊണ്ട് ഞാൻ എടാ വിടറാ വിടറാ എടാ വിടറാ എടാ പൊട്ടാ വിടറാ എടാ വിടറാ ഞാൻ കൊള്ളാൻ കിട്ടും. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ കറക്കി അടിച്ചോണ്ടിരുന്നത്. ലാൻഡ് ചെയ്യണ്ടേ? ഇത് ലാൻഡ് ചെയ്യണം മണ്ണ. ആ അങ്ങനെ ഇനി ഒന്നും ഞാൻ ഓ കണ്ണു പോയേ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് മുറ്റുന്നാണ്. ഞാൻ ചുമല ഞാൻ പച്ചയിലേക്ക് തിരിച്ചു വരിക. ഡ്രൈവർക്ക് സാധനത്തിന്റെ വട്ടം. അപ്പൊ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതെ പ്രത്യേകിച്ച് ആദർശിന്റെ പെരുമാറ്റവും ആ ഒരു പ്രോഡക്റ്റുകളും. അതെ വെള്ളം കൊണ്ടും പിന്നെ പശ ഞാൻ അവർക്ക് ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നുള്ളൂ. കാരണം ഇത് മേടിച്ച് അവരുടെ പൈസ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള തിരിച്ചറിവ് ഞാൻ അവർക്കുണ്ടാക്കിയിട്ടുള്ളൂ. ആണോ? ഞാൻ പറയണ വിശാലിന്റെ പ്രോഡക്റ്റ് ഏറ്റവും കുട്ടിയുടെ അവരൊക്കെ പക്വതയും പ്രായം വെക്കാം. ഉപകാരമുള്ള പ്രോഡക്റ്റ്. അതായത് ഉത്തമ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി. ടാറ്റാ ബൈ ബൈ. അയ്യോ നീ എന്നാടാ വെച്ചു എനിക്ക് മടിയില്ല. അല്ല ഇത് തന്നെ അവൻ തിരിഞ്ഞ് എന്റെ പല്ലിട്ടും ഉണ്ടാകും. ഒന്നും ഇല്ലല്ലോ അവിടെ അല്ലേ? ഹെലികോപ്റ്റർ മാരിച്ചു. ഹെലികോപ്റ്റർ മാരിച്ചു. അതന്നെ ഇവിടെ ചാടില്ലേ? അടിച്ചുപോയി